കർത്താവിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അപ്പോൾ നിങ്ങൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. അതൊന്നും ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഭയപ്പെടേണ്ട. പക്ഷേ രാജ്യം രാജ്യത്തോട് എന്ത് ചെയ്യും? എതിർക്കും എന്ന് പറയുന്നത് ഒരു രാജ്യം ആ രാജ്യത്തോട് തന്നെ എന്ത് ചെയ്യും? എതിർക്കും എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഭൂപടവും പാലസ്തീന്റെ ഭൂപടവും രണ്ടും ഒന്നാണ്. ഒരു രാജ്യം ആ രാജ്യത്തോട് തന്നെ എന്ത് ചെയ്യുന്നു? എതിർക്കുന്നു. ആ രാജ്യത്തിലെ ജനം തന്നെ അവിടെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അങ്ങനെ എതിർക്കുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ വാതിൽക്കൽ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം. എല്ലാ കാലത്തിലെ യുദ്ധങ്ങൾ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല, ചഞ്ചലപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു രാജ്യം ആ രാജ്യത്തോട് തന്നെ യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടോ? ചിലർ വിചാരിക്കുന്നു അതെന്താ കോമൺ സെൻസിലൂടെ സംസാരിച്ചൂടെ, പിന്നെ രാജ്യം രാജ്യത്തോടല്ലാതെ യുദ്ധം ചെയ്യുമോ? രാജ്യം രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു രാജ്യം വേറൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നു എന്നുള്ളതല്ല. ഒരു രാജ്യം ആ രാജ്യത്തിൽ തന്നെ യുദ്ധം നടക്കും. ഇസ്രായേലും പാലസ്തീനും എന്ന് പറയുന്നത് രണ്ടും ഒരു ഭൂപ്രകൃതിക്കകത്തുള്ളതാണ്. അതിനകത്തെന്ത് ചെയ്യും? യുദ്ധം നടക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സഭ എന്ത് ചെയ്തോണം? ഉണർന്നുകൊള്ളണം. അത് അവസാനത്തിന്റെ ആരംഭം കുറിക്കുന്ന കാര്യമാണ് എന്ന് വചനം വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു? പറയുന്നു. ഗൗരവത്തോടുകൂടി വിശ്വാസ ജീവിതം കാണേണ്ടുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ വിഷയങ്ങൾ, എന്റെ ആവശ്യങ്ങൾ, എന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, എന്റെ ഞെരുക്കങ്ങൾ, എന്റെ കഷ്ടപ്പാടുകൾ, എന്റെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം ഒന്ന് എന്ത് ചെയ്യണം? മാറ്റി വച്ചിട്ട് നീ ദൈവസന്നിധി നിൽക്കേ. എന്നിട്ട് നിനക്ക് ദൈവത്തോട് ബന്ധമുണ്ടോ? നിന്നെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം നിനക്ക് ദൈവമായിട്ട് ബന്ധം കാണും. നിന്റെ ആവശ്യങ്ങൾ നടത്തി കിട്ടേണ്ടുന്നതിന് നിനക്ക് ദൈവമായിട്ട് ബന്ധം കാണും. നിന്റേതായിട്ടുള്ള വിഷയങ്ങൾക്ക് പരിഹാരം ലഭിക്കേണ്ടുന്നതിന് നിനക്ക് ദൈവമായിട്ട് ബന്ധം കാണും. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മാറ്റി വച്ചിട്ട് നീ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നിനക്ക് ആ ദൈവത്തോട് ബന്ധമുണ്ടെങ്കിൽ വാസ്തവമായ ദൈവവുമായിട്ടുള്ള ബന്ധം നിനക്കാണുള്ളത്. ആൾക്കാര് ദൈവസന്നിധിയിൽ വരുന്നതിനാണ്. എനിക്ക് ഇന്ന വിഷയമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു, ആ ദൈവത്തോട് എനിക്കൊന്നുണ്ട്, ബന്ധമുണ്ട്. ആ വിഷയത്തിന് പരിഹാരം കിട്ടിയാൽ അവന് പിന്നെ ജീവനുള്ള ദൈവമായിട്ട് അവന് പിന്നീട് എന്തില്ല, അവന് ബന്ധമില്ല. രോഗസൗഖ്യം കിട്ടാൻ വരുന്നവൻ രോഗസൗഖ്യം കിട്ടും. അത് കഴിയുമ്പോ അവൻ എന്ത് ചെയ്യും? അവൻ ആ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഞാൻ വരുന്നത്, നമ്മൾ ഓരോരുത്തരും വരുന്നത് ഭൗമികമായ വിഷയങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവിന്റെ അടുക്കലല്ല, നിത്യനായി നിലനിൽക്കുന്ന, എന്നെ സൃഷ്ടിച്ച, എന്നെ രക്ഷിച്ച, എന്നെ വീണ്ടെടുത്ത, എന്നെ നീതീകരിച്ച, എന്നെ ശുദ്ധീകരിച്ച, എന്റെ ശരീരത്തിന്റെ തേജസ്കരണത്തിന് വേണ്ടി മധ്യാകാശത്തിൽ വരുന്ന, പുനരുദ്ധാനം പ്രാപിക്കുവാൻ തക്കവണ്ണം ജീവന്റെ ആത്മാവിന്റെ പകർച്ച നൽകുന്ന ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ വരുന്നത്. അവനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു കാര്യമല്ല. ദൈവം അത് ചെയ്യുമോ? ദൈവം ചെയ്യും. പക്ഷെ അങ്ങനെയല്ല ഞാൻ ദൈവത്തെ എന്ത് ചെയ്യുന്നത്? അറിയുന്നതും അന്വേഷിക്കുന്നതും അനുഭവമാക്കി തീർക്കുന്നതും. എനിക്ക് എന്റെ ദൈവത്തെ എനിക്ക് സൗഖ്യമാക്കി തന്നത് കൊണ്ട് ഞാൻ അറിഞ്ഞ ദൈവമല്ല. എന്നെ വിടിവിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവൻ അത്ഭുതം ചെയ്യുമെന്ന് അറിയാനും അനുഭവിക്കാൻ വന്നിരിക്കുന്നവനല്ല ഞാൻ. അവൻ ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് തക്ക മഹത്വം കൊടുക്കുവാനാണ് ഞാൻ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. അവൻ അവനെ തന്നെ എനിക്ക് വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. ഇല്ലാത്തവരെന്ത് ചെയ്യും? കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ നന്മകളോ അനുഗ്രഹങ്ങളോ കിട്ടുമ്പോൾ സന്തോഷിക്കും, കിട്ടാത്തപ്പോൾ മുഖം എന്ത് ചെയ്യും? വാടും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴോ അവർ ദൈവസന്നിധിയിൽ നിന്ന് എന്ത് ചെയ്യും? അവർ ഇറങ്ങിപ്പോകും. പക്ഷെ ദൈവത്തെ കണ്ടുമുട്ടിയവൻ ദൈവസന്നിധിയിൽ ഇറങ്ങിപ്പോകാനല്ല വന്നിരിക്കുന്നത്. അവനിൽ നിന്ന് കൂടുതൽ അറിയുവാൻ, അവനെ കൂടുതൽ അനുഭവമാക്കുവാൻ, അവന്റെ മഹത്വം പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. അവനെ ദൈവവുമായിട്ടുള്ള ബന്ധം അവന് പ്രധാനമാണ്. അത് നമ്മൾ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വിശ്വാസം എന്ത് ചെയ്യും? ഏത് വിശ്വാസം? എല്ലാം കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, എല്ലാം കിട്ടും എന്നുള്ള വിശ്വാസം എന്ത് ചെയ്യും? ഉണ്ടാകും. കർത്താവിന്റെ വരവേൽ അവനോടുകൂടെ എടുക്കപ്പെടും എന്നുള്ള വിശ്വാസം എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. കർത്താവിന്റെ വരവിൽ അല്ലെങ്കിൽ കർത്താവ് വരും എന്നുള്ള കാര്യം എന്ത് ചെയ്യത്തില്ല? അതിലെ വിശ്വാസം കാണത്തില്ല. അപ്പോൾ കർത്താവിന്റെ വരവിന് പറയുന്ന ലോകത്തിൽ നടക്കുന്ന ദൃശ്യമായിട്ടുള്ള ചില അടയാളങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവവചനത്തിൽ പറയുമ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ തലകൾ ഉയർത്തി
നിങ്ങളുടെ വീണ്ടെടുപ്പിന്റെ നാളുകൾ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുവിൻ? അറിയുവിൻ. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും? കൈവിടപ്പെട്ടു പോകും. കർത്താവിന് ഇനി നിവർത്തീകരിക്കാനുള്ള ഒരു വാഗ്ദത്തമേ ഉള്ളൂ. മധ്യാകാശത്തിൽ തന്നെ മണവാട്ടി സഭയ്ക്ക് വേണ്ടി വരുന്ന കാര്യമാണ് ഇനി കർത്താവിന് എന്ത് ചെയ്യാനുള്ളത്. ആ വാഗ്ദത്തമാണ് ഇനി എന്ത് ചെയ്യാനുള്ളത്, നടക്കാനുള്ളത്. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആ വിശ്വാസമാണ് നമുക്ക് ആവശ്യം. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി കർത്താവിനെ അനുഗമിക്കുമ്പോൾ രണ്ട് കാര്യമാണ് ലക്ഷ്യമാക്കാൻ. ഒന്ന്, കർത്താവിന്റെ വരവിൽ എനിക്ക് എന്റെ ശരീരത്തിന് എന്തുണ്ടാകണം? തേജസ്കരണം ഉണ്ടാകണം. ഇല്ലെങ്കിൽ നരകത്തിൽ പോകും. വരവിൽ തേജസ്കരിക്കപ്പെട്ടില്ലെങ്കിൽ കൈവിടപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, ഞാൻ കർത്താവ് വരുന്നതിന് മുമ്പ് മരിച്ചാൽ എനിക്ക് പുനരുദ്ധാനം എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഞാൻ കൈവിടപ്പെടില്ല. രണ്ട് കാര്യങ്ങളെ പ്രാധാന്യമുള്ളൂ: തേജസ്കരണവും പുനരുദ്ധാനവും. ഈ രണ്ട് കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടേണ്ടത്. അല്ലാതെ അത് കിട്ടും ഇത് കിട്ടും എല്ലാം കിട്ടും അതല്ല. പൗലോസ് അപ്പോസ്തലൻ അത് പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ എനിക്ക് എന്ത് ചെയ്യണം? പങ്കുള്ളവരാകണം. അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയും എനിക്ക് എന്ത് ചെയ്യണം? അനുഭവിക്കണം. അങ്ങനെ ആഗ്രഹിച്ച പൗലോസ് എന്ത് ചെയ്തു? ഓടിയ പൗലോസ് ഈ 2000 വർഷത്തിന് ഇപ്പുറത്ത് നമ്മൾ നിൽക്കുമ്പോൾ പൗലോസിന്റെ ശരീരത്തിലെ ഒരു ഭാഗം പോലും ഈ ഭൂമിയിൽ എന്ത് ചെയ്യത്തില്ല, അവശേഷിക്കുന്നില്ല. കാര്യം എല്ലാം മണ്ണോട് മണ്ണ് എന്ത് ചെയ്തു? ചേർന്നു പോയി. പക്ഷെ 2000 വർഷത്തിന് ഇപ്പുറത്തേക്ക് കർത്താവ് വരുമ്പോൾ ഈ മണ്ണോട് ചേർന്ന് പോയ പൗലോസിന്റെ ശരീരത്തെ എന്ത് ചെയ്യും? ദൈവം മടക്കി എടുക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കൊണ്ടു നടക്കുന്ന ഈ ശരീരം, ഈ ശരീരത്തിലാണ് നമ്മൾ എന്ന വ്യക്തി എന്ത് ചെയ്യുന്നത്? വസിക്കുന്നത്. ഇതിനെ ദൈവം തന്റെ സ്വരൂപത്തിലും ഛായയിലുമാണ് മണ്ണിൽ നിന്നാണ് എന്ത് ചെയ്തത്? എടുത്തതെങ്കിൽ മണ്ണോട് ചേർന്നവനെ എടുക്കാൻ വീണ്ടും ദൈവത്തിന് കഴിയുകയില്ലയോ? മർത്യനേവൻ പൊടിയിലേക്ക് ചേരുമാറാക്കും. മനുഷ്യപുത്രന്മാരെ തിരികെ കയറി വരുവിനെന്ന് പറയുമ്പോൾ അത് അങ്ങനെ സംഭവിക്കും. മണ്ണിൽ വന്ന മനുഷ്യനെ ദൈവത്തിന് എടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ മരിച്ചു മൺമറഞ്ഞു പോയവനും കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പൗലോസ് അപ്പോസ്തലൻ അതിനു വേണ്ടിയിട്ട് ഓടി. പൗലോസ് എന്നിട്ട് പറഞ്ഞു, നിങ്ങളും ഇത് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. എന്ത് പ്രാപിപ്പാൻ? തേജസ്കരണം പ്രാപിപ്പാൻ. എന്ത് പ്രാപിപ്പാൻ? പുനരുദ്ധാനം പ്രാപിപ്പാൻ. അതിന്റെ നാളുകൾ എന്ത് ചെയ്തിരിക്കുന്നു? അടുത്തു വന്നിരിക്കുമ്പോൾ തലകൾ എന്ത് ചെയ്യണം? ഉയർക്കണം, ഉയർത്തി നോക്കണം. പ്രതിബന്ധങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുക്കവും എന്ത് ചെയ്യണം? നമ്മൾ ക്രമപ്പെടുത്തണം. 2 ദിനവൃത്താന്തം 20:8 വാക്യം. ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ 3 കാര്യം കൂടെ പറയുന്നു. ന്യായവിധിയുടെ വാൾ, ദൈവത്തിന്റെ ന്യായവിധിയുടെ വാൾ. ആ വാൾ എന്തിനാണ് അർത്ഥമാക്കുന്നത്? നാശനഷ്ടങ്ങൾ എന്ത് ചെയ്യും? ഉണ്ടാക്കും. യുദ്ധം ഒരിക്കലും ആർക്കും ഒരു നേട്ടം എന്ത് ചെയ്യത്തില്ല, ഉണ്ടാക്കത്തില്ല. നാശനഷ്ടം, വാൾ ഉണ്ടാകും. ആ വാൾ വന്നതിന് ശേഷം പിന്നെ അടുത്തെന്ത് വരുന്നു? മഹാമാരി. നമ്മൾ 2019 മഹാമാരി എന്ത് ചെയ്തു? എന്താണെന്നുള്ള കാര്യം അറിഞ്ഞു. കോവിഡ് വന്ന സമയം. അപ്പോൾ ഇവിടെ പറയുകയാണ്, വാൾ വരുമ്പോൾ, മഹാമാരി വരുമ്പോൾ 3-ാമത്തെ കാര്യം എന്താണ്? ക്ഷാമം. വാൾ ഒരിക്കലും ബ്ലെസ്സിങ്സ് എന്ത് ചെയ്യത്തില്ല, കൊണ്ടുവരത്തില്ല. വാൾ, യുദ്ധം, ക്ഷാമത്തെ എന്ത് ചെയ്യും? കൊണ്ടുവരും. വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ന്യായവിധിയുടെ വാൾ വരുമ്പോൾ, മഹാമാരി വരുമ്പോൾ, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥം. ഇതൊരിക്കലും എന്തല്ല, നല്ല കാര്യമല്ല. പിന്നെന്താണ്? അനർത്ഥമാണ്. ഈ അനർത്ഥമായ കാര്യം വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ ജനം വീട്ടിൽ കിടന്ന് എന്ത് ചെയ്യരുത്? വീട്ടിൽ മറ്റു പല കാര്യങ്ങൾ എന്ത് ചെയ്യരുത്? ചെയ്ത് നടക്കരുത്. ദൈവത്തിന്റെ കൂട്ടായ്മകൾക്ക് പ്രാധാന്യം എന്ത് ചെയ്യണം? കൊടുക്കണം. ദൈവത്തെ ആരാധിക്കുന്ന ആരാധനകൾക്ക് പ്രാധാന്യം എന്ത് ചെയ്യണം? കൊടുക്കണം. ദൈവവചന ധ്യാനത്തിന് എന്ത് ചെയ്യണം? പ്രാധാന്യം കൊടുക്കണം. എപ്പോൾ ഇതാ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. വാൾ വരുമ്പോൾ നിങ്ങൾ എവിടെ വരണം?
മഹാമാരി വരുമ്പോൾ എന്ത് ചെയ്യണം? ക്ഷാമം ചെയ്യുന്നത്. ഇതാണ് ഈ കാര്യത്തിലൂടെ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ഈ ആലയത്തിന്റെ മുമ്പിലും നിന്റെ സന്നിധിയിൽ നിന്ന് നിന്റെ നാമം ഈ ആലയത്തിൽ ഉണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞ് അതിൽ തിരുനാമത്തിനു വേണ്ടി നിനക്കൊരു വിശുദ്ധ മന്ദിരം പണിതു. ഇവിടെ യഹോശാഫാത്ത് എന്നൊരു രാജാവിനെ കുറിച്ചാണ് ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേലിന്റെ 2 ഗോത്രങ്ങൾ ചേർന്നുകൊണ്ട് ഭരിക്കുന്ന ഒരു ചെറിയ ഭരണ സംവിധാനമാണ് യഹൂദ. യഹൂദയിലെ രാജാവാണ് യഹോശാഫാത്ത് രാജാവ്. ഇസ്രായേലിനെ മൊത്തത്തിൽ ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന രാജാവ് ആഹാബ് എന്ന് പറഞ്ഞ രാജാവ്. യഹോശാഫാത്ത് എന്ന് പറഞ്ഞ രാജാവിന് ദൈവ ഭയമുണ്ട്. ആഹാബ് രാജാവിന് എന്തില്ല? ദൈവ ഭയമില്ല. പ്രിയമുള്ളവരെ, ഇവിടെ കാണുന്ന ഈ കാര്യങ്ങൾ, ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ ആത്മീയമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആത്മമണ്ഡലത്തിലും എന്തുണ്ട്? യുദ്ധമുണ്ട്, പോരാട്ടമുണ്ട്. ആത്മമണ്ഡലത്തിലും എന്തുണ്ട്? ക്ഷാമമുണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. ആത്മമണ്ഡലത്തിൽ മഹാമാരി എന്ത് ചെയ്യും? പകർച്ചവ്യാധി പോലെ എന്ത് ചെയ്യും? ചിലർക്ക് ആത്മമണ്ഡലത്തിൽ പകർച്ചവ്യാധി പോലെ ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്യും? പകർച്ചവ്യാധി പോലെ ആത്മീയമായ കാര്യങ്ങളില് മഹാമാരി എന്ത് ചെയ്യും? പകർന്നു പിടിക്കും. സൂക്ഷിച്ചോണം. ക്ഷാമം എന്ത് ചെയ്യും? ഉണ്ടാകും. എന്ത് ചെയ്യും? ഉണ്ടാവും. ആത്മമണ്ഡലത്തിലും ഉണ്ടാവും, ഭൗമിക തലത്തിലുണ്ടാവും, രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടാവും. എല്ലാ ആംഗിളിലും ചിന്തിക്കാനുള്ള ചിന്താശേഷി ഒരു വ്യക്തി ജീവിതത്തിന് ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തി ജീവിതത്തിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകണം. അഭിഷേകം ഉണ്ടാകാത്ത പക്ഷം യുദ്ധം വന്നപ്പോൾ യുദ്ധത്തിന്റെ അക്ഷരീയമായ കാര്യങ്ങൾ അവൻ നോക്കും. ക്ഷാമമുണ്ടായപ്പോൾ അക്ഷരീയമായ ക്ഷാമത്തിന്റെ വിഷയങ്ങൾ അവൻ നോക്കും. പക്ഷെ ഇതിന്റെ പുറകിൽ ഒരു ആത്മീയ മണ്ഡലത്തിലെ ഒരു പോരാട്ടം കിടപ്പുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ആ പോരാട്ടങ്ങൾ നീ എന്ത് ചെയ്യണം? മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇതുപോലുള്ള അക്ഷരീയമായ ചില വിഷയങ്ങൾ വരുമ്പോൾ ആത്മമണ്ഡലത്തിൽ ക്രമം പ്രാപിക്കുന്നില്ലെങ്കിൽ വരുവാനുള്ളവൻ വരുമ്പോൾ സംഭവിക്കുന്നത് കൈവിടപ്പെടലായിരിക്കും സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് പറഞ്ഞാലും എത്രത്തോളം അതിൽ വിധേയത്വം ഉണ്ടാകുമെന്നുള്ളത് ദൈവത്തിന് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തെ അറിയുന്നത് എങ്ങനെയാണ്? ഒരു വിടുതലിന് വേണ്ടി, ഒരു അനുഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള കാര്യം കൊണ്ടാണ് ആൾക്കാർ ദൈവത്തെ എന്ത് ചെയ്യുന്നത്? ദൈവത്തെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അതേ പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് നീ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നീ ജീവനുള്ള ദൈവത്തെ നീ കണ്ടോ? നീ അവന്റെ ശബ്ദം കേട്ടവനാണോ? നീ അവനെ തൊട്ടവനാണോ? വിശുദ്ധന്മാരായ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങളുടെ സ്വന്തം കണ്ണ് യേശു ജീവിച്ചിരുന്നപ്പോൾ കണ്ടു, ക്രൂശിൽ കയറിയപ്പോൾ കണ്ടു, അടക്കം ചെയ്യാൻ ചുമന്നു കൊണ്ടുപോയപ്പോൾ കണ്ടു, അവൻ പുനരുദ്ധാനം ചെയ്ത് ഞങ്ങൾക്ക് പ്രത്യക്ഷമായപ്പോൾ അവനെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവനെ തൊട്ടു നോക്കി, ഞങ്ങൾ അവന്റെ ശബ്ദം ആവർത്തിച്ച് കേട്ടു. ജീവിച്ചിരുന്നപ്പോഴുള്ള ശബ്ദം, ക്രൂശിൽ വെച്ച് പിതാവിന്റെ സന്നിധിയിലേക്ക് ആത്മാവിനെ തൃക്കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴുള്ള ശബ്ദം, അതേ ശബ്ദം പുനരുദ്ധാനം പ്രാപിച്ചപ്പോഴും അവന്റെ ശബ്ദം ഞങ്ങൾ കേട്ടു. ഞങ്ങൾക്കുള്ള നിത്യജീവനെ ഞങ്ങൾ തൊട്ടു നോക്കി, ഞങ്ങൾ കണ്ടതാണ്, കേട്ടതാണ്, ഞങ്ങൾ അവനെ അറിഞ്ഞു. ജഡപ്രകാരമുള്ള അത്ഭുതങ്ങൾ ചെയ്യുന്ന ക്രിസ്തുവിനെ അല്ല വിശുദ്ധനായ പൗലോസ് പറയുന്നത്. ഞാൻ ജഡപ്രകാരമല്ല ക്രിസ്തുവിനെ അറിയുന്നത്, ആത്മാവിലാണ് ഞാൻ ക്രിസ്തുവിനെ അറിയുന്നത്. ജഡപ്രകാരമുള്ള ക്രിസ്തു എന്ത് ചെയ്തു? രോഗികളെ സൗഖ്യമാക്കി, കുരുടർക്ക് കാഴ്ച കൊടുത്തു, മുടന്തർക്ക് സൗഖ്യം കൊടുത്തു, 5 അപ്പത്തെ എന്ത് ചെയ്തു? വാഴ്ത്തി അനുഗ്രഹിച്ചു. അതെല്ലാം ചെയ്തത് ജഡപ്രകാരമുള്ള ക്രിസ്തു ചെയ്ത കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ കാണാനും കേൾക്കാനാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. അത് ആവർത്തിച്ച് ചെയ്യുന്ന യേശുവിനെ കാണാനാണ് ജനത്തിന് ഇഷ്ടം. വിശുദ്ധനായ പൗലോസ് പറഞ്ഞു, അതിനപ്പുറത്തെ പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവുമായിട്ട് എനിക്ക് എല്ലായ്പ്പോഴും എന്നും എനിക്ക് ബന്ധമുണ്ട്. അവനിൽ നിന്ന് ഞാൻ പ്രാപിച്ചു, അവനിൽ നിന്ന് പ്രാപിച്ചാണ് ഞാൻ നിങ്ങൾക്കറിയുന്നത്. ആ ബന്ധമാണ് നിത്യതയ്ക്ക് ആവശ്യമായിരിക്കുന്ന ബന്ധം. രോഗസൗഖ്യം കിട്ടിയാൽ നിത്യതയെ പോകുമോ? ഭൂതശാന്തി കിട്ടിയാൽ നിത്യതയെ പോകുമോ? ഹല്ലേലൂയ. രക്ഷിക്കപ്പെടണം, നീതീകരണം പ്രാപിക്കണം, ശുദ്ധീകരണം പ്രാപിക്കണം. കർത്താവിന്റെ വരവിൽ പലരും എന്ത് ചെയ്യും? 1 താലന്ത് ലഭിച്ചവൻ നിലത്തൊരു കുഴി എന്ത് ചെയ്തു? കുഴിച്ചു. അതിനെന്ത് ചെയ്തു? ഇട്ടു മൂടി. വരവിന്റെ സമയത്തെ കുറിച്ച് ദൈവവചനത്തിന്റെ കാര്യങ്ങളെ കേട്ടപ്പോൾ അവൻ തിരിച്ചതിനെ മടക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷെ നടക്കത്തില്ല.
കൈമോശം വന്നുപോയി. ഹല്ലേലൂയ. അപ്പത്തെ കുറിച്ചുള്ള വിശപ്പല്ല, വെള്ളത്തെ കുറിച്ചുള്ള ദാഹമല്ല, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയിട്ടുള്ള ദാഹവും വിശപ്പും ദൈവം എന്ത് ചെയ്യും? ദേശത്തിൽ അയക്കും. പക്ഷെ അവിടെ പറയുന്ന കാര്യം എന്താണ്? കണ്ടുകിട്ടുകയില്ല താനും. വിളക്കിൽ എണ്ണ എടുത്തു. അവർ ബുദ്ധിയുള്ള കന്യകമാരായിരുന്നു. കർത്താവിന്റെ വരവിൽ ആ എണ്ണ ഉണ്ടായിരുന്നത് കൊണ്ട് ആ വിളക്ക് എന്ത് ചെയ്തില്ല? അണഞ്ഞുപോയില്ല. എണ്ണയില്ലാത്തവർ അന്ധകാരത്തോട് പിടിച്ചു നിൽക്കാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. വരാൻ പോകുന്ന അന്ധകാരത്തോട് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ജീവിതത്തിലെ വിളക്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അതിന് പ്രാധാന്യം നീ കൊടുത്തില്ലാത്ത പക്ഷം വരാൻ പോകുന്ന ഇരുട്ടിന്റെ ശക്തികളെ തള്ളി നീക്കിക്കൊണ്ട് നിന്നിലുള്ള പ്രകാശത്തിൽ നിനക്ക് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് നീ പോകും. വരാൻ പോകുന്ന പ്രതിസന്ധികളെ നമുക്ക് എങ്ങനെയും എന്ത് ചെയ്യാം? കൈകാര്യം ചെയ്യാം. പക്ഷെ എടുക്കപ്പെട്ടില്ലെങ്കിലോ, രൂപാന്തരം പ്രാപിച്ചില്ലെങ്കിലോ, പട്ടിണി വന്നാ പട്ടിണി എന്ത് ചെയ്യാം? കിടക്കാം. കിടന്നേ പറ്റൂ. യുദ്ധം തുടങ്ങി 1-ാമത്തെ ദിവസമേ ഗ്യാസ് എന്ത് ചെയ്തു? കയറും. ഇല്ല, ആ കുറ്റിയിൽ ഇനി കുറച്ചും കൂടെ എന്തുണ്ട്? മിച്ചമുണ്ട്. അതും കൂടെ എന്ത് ചെയ്യട്ടെ? തീരട്ടെ. അപ്പോൾ ബെന്യാമീനെ പോറ്റിയ ദൈവം എനിക്ക് ഗ്യാസ് കുറ്റി എന്ത് ചെയ്യും? കൊണ്ടുതരും. അതിനല്ലേ ദൈവം ഇരിക്കണത്. വരാൻ പോകുന്ന ഈ പ്രതിബന്ധത്തിന്റെ മധ്യത്തിലുള്ള തല ഉയർത്തി നോക്കി കർത്താവിന്റെ വരവിന് വേണ്ടി നീ ഒരുങ്ങും. ഗ്യാസ് കുറ്റിക്ക് വേണ്ടിയിട്ടല്ല നീ എന്ത് ചെയ്യാൻ? കർത്താവ് നടത്തട്ടെ. അതൊക്കെ നല്ല കാര്യം തന്നെ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പോരാട്ടം ഉണ്ടാവേണ്ടതിന്റെ കാര്യം എന്താണെന്നറിയോ? 18-ാമത്തെ അധ്യായം 1-ാം വാക്യം. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സംബന്ധം കൂടി. ഇന്നത്തെ വിശ്വാസികൾക്ക് ധനവും മാനവും ഒന്നും ഇല്ലെങ്കിലും ദുഷ്ടനോട് എന്ത് ചെയ്യും? സഖ്യത കൂടും. ആഹാബിന് ദൈവമില്ല, യഹോശാഫാത്തിന് ദൈവമുണ്ട്. നിനക്ക് ദൈവം ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യരുത്? പിടിപ്പാടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വലിയ ബന്ധങ്ങളും കാര്യങ്ങളിലോട്ടും എന്ത് ചെയ്യരുത്? നീ പോകരുത്. സുഹൃത്ത് ബന്ധം വലിയ പ്രശ്നമാവും. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം വാഗ്ദത്തത്തിന് കൂട്ടവകാശിയായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ എന്ത് ചെയ്തു? കൂടാരത്തിൽ പാർത്തു. കൂടാരമാണെങ്കിലും അവിടെ എന്ത് ചെയ്തോണം? നീ പാർത്തോണം. അല്ലാതെ വലിയ കാര്യമൊന്നും പറഞ്ഞ് ആ ദൈവമില്ലാത്തവനുമായിട്ട് എന്ത് ചെയ്യരുത്? സഖ്യത ചെയ്യരുത്. സഖ്യത ചെയ്തത് കൊണ്ടാണ് യഹോശാഫാത്തിന് എന്ത് നേരിടേണ്ടി വന്നത്? യുദ്ധം നേരിടേണ്ടി വന്നത്. അത് ആത്മീയ തലത്തിലുണ്ടാകും, ദേശങ്ങളിൽ എന്ത് ചെയ്യും? ഉണ്ടാകും. ഇവിടെ ഈ രാജാവ് കാണിച്ച കുഴപ്പ നിമിത്തമാണ് എന്ത് ചെയ്യുന്നത്? ഈ പോരാട്ടം എന്ത് ചെയ്തത്? ഉണ്ടായത്. പ്രിയമുള്ളവരെ, ചിലർക്ക് പറയാനുള്ള എന്താണ്? യുദ്ധമുണ്ടാകുന്നു, പോരാട്ടമുണ്ടാകുന്നു, ക്ഷാമമുണ്ടാകുന്നു, വലിയ പ്രതിബന്ധത്തിൽ എന്ത് ചെയ്യുന്നു? പോകുന്നു. കാരണം എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. കാരണം എന്നും ഇവനെന്താണ്? പോരാട്ടം, യുദ്ധം. കാരണം എന്താണ്? നിന്റെ സഖ്യത നീ സൂക്ഷിച്ചാൽ, നിന്റെ സഖ്യത നീ ദൈവത്തോടാണെങ്കിൽ, ദൈവത്തോട് മാത്രമാണെങ്കിൽ നിന്നോട് പോരാടാൻ അന്ധകാര ശക്തിക്ക് സാധ്യമല്ല. മടങ്ങി വരിക, വിധേയപ്പെടുക. ആഹാബ് എന്ത് ചെയ്തെന്നറിയാവോ? രാമാത്തിലേക്ക് തന്നോടുകൂടെ ചെല്ലേണ്ടുന്നതിന് അവനെ എന്ത് ചെയ്തു? വശീകരിച്ചു. രാമാത്തിൽ ആഹാബിനെന്തുണ്ട്? ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ യഹോശാഫാത്തിനെ ഇവിടെ എന്ത് ചെയ്തു? വലിച്ചിട്ടു. സഖ്യത ചെയ്തു പോകുമ്പോ വേണ്ട വേലികൾ എന്ത് ചെയ്യും? വരും. പിന്നെ അതിൽ നിന്ന് ഊരിപ്പോവാൻ എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. ആരാധിക്കാൻ വരാൻ പറയുമ്പോ എന്തില്ല? താല്പര്യമില്ല. പകരം പുറത്ത് വേറെ സഖ്യത. അവന് ദൈവം ഉണ്ടോന്ന് എന്ത് ചെയ്യണം? നോക്കണം. ദൈവത്തോട് ബന്ധമുള്ളവനാണോന്ന് എന്ത് ചെയ്യണം? നോക്കണം. ഇല്ലാതെ ചെന്ന് സഖ്യതപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? വശീകരിക്കും. എന്തിലേക്ക് ചാടിക്കാൻ? യുദ്ധത്തിൽ ചാടിക്കാൻ. എന്നിട്ട് തന്ത്രപരമായിട്ട് ആഹാബ് എന്ത് ചെയ്തു? ആഹാബിന് യുദ്ധം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഏലിയാവ് ബാൽ പ്രവാചകന്മാർക്ക് മകളിൽ ന്യായവിധി എന്ത് ചെയ്തു? വരുത്തി. കർമ്മേലിന്റെ മലയിൽ ദൈവത്തിന്റെ യാഗപീഠത്തിൽ സ്വർഗത്തിൽ നിന്ന് തീ ഏലിയാവ് ഇറക്കുമ്പോൾ ബാലിനെ ആരാധിക്കുന്ന ദേവന്റെ പ്രവാചകന്മാരെല്ലാം ന്യായവിധിച്ച് കളഞ്ഞപ്പോൾ ഇഷ്ടദേവനായ ബാൽ അഹാബിന്റെ ഭാര്യ ഇസബേലിന് താല്പര്യം വന്നു. എന്ത് താല്പര്യം? ഇനി ഏലിയാവ് എന്ത് ചെയ്യാൻ പാടില്ല? ജീവിച്ചിരിക്കാൻ പാടില്ല. അതിന്
രാജാവിനോട് തലേണ മന്ത്രത്തിലൂടെ എന്ത് ചെയ്യുന്നു? ഏലിയാവിനെ കൊന്നുകളയാൻ എന്ത് ചെയ്യുന്നു? പദ്ധതി ഇടുമ്പോൾ, പ്രവാചകനെ കൊന്നുകളയാൻ ഭൂമിയിലെ രാജാവ് പദ്ധതി ഇട്ടപ്പോൾ, ആ രാജാവിന്റെ മകളിൽ ചലിക്കുന്ന ഒരു സിംഹാസനം ദൈവം കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അതിശയം കൂറും. ഗ്ലോറി ടു ഗോഡ്. 18-ാമത്തെ അധ്യായത്തിന്റെ 18-ാം വാക്യം. എന്നാൽ യഹോവയുടെ വചനം കേട്ടുകൊള്ളുവിൻ. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമെല്ലാം അവന്റെ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ഇസ്രായേൽ രാജാവായ ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ പട്ടുപോകേണ്ടുന്നതിന് അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചതിന്. പ്രിയമുള്ളവരെ, ഈ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, സ്വർഗത്തിലെ സൈന്യമെല്ലാം അവന്റെ വലത്തും ഇടത്തും നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ സിംഹാസനത്തെ ദൈവം എവിടെ കൊണ്ടുവന്നു? ആഹാബ് രാജാവിന്റെ ഭരണത്തിന്റെ മകളിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സിംഹാസനത്തെ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ കൊണ്ടുവന്നത്? തന്റെ ഭക്തനായ ഏലിയാവിനെ കൊന്നുകളയുവാൻ ആഹാബ് എന്ത് ചെയ്തു? പദ്ധതി ഇട്ടപ്പോൾ, ആ പദ്ധതി ഇട്ടവനെ ന്യായം വിധിക്കുവാൻ അവന്റെ രാജസിംഹാസനത്തിന്റെ മകളിൽ ദൈവത്തിന്റെ സിംഹാസനം കീഴെ കൊണ്ടുവന്നു. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വർഗീയ സിംഹാസനം കീഴെ കൊണ്ടുവന്ന് ന്യായം വിധിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ ആഹാബിന്റെ വിഷയത്തിലാണ്. അപ്പൊ അത്രത്തോളം ഏലിയാവിനെ എന്ത് ചെയ്തു? ദൈവം സ്നേഹിച്ചിരുന്നു, ദൈവം പ്രസാദിച്ചിരുന്നു. ഒത്തിരി ആൾക്കാർ പറയുന്നത് എന്താണെന്ന് അറിയാം, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാലും ദൈവം എന്ത് ചെയ്യും? കേൾക്കും. പറഞ്ഞത് ശരിയാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഏലിയാവും ഞാനും വ്യത്യാസമുണ്ട്. ഏലിയാവിന്റെ വിശുദ്ധ ജീവിതവും എന്റെ വിശുദ്ധ ജീവിതവും വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ ഒരു ചലഞ്ചാണ് പറയുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനായിട്ട് ദൈവത്തോടുള്ള ബന്ധം പുലർത്താൻ കഴിയുകയും സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, സമസ്വഭാവമുള്ള മനുഷ്യനായ നിനക്കും ഏലിയാവിനെ പോലെ വിശുദ്ധനാകാൻ കഴിയും. എന്നിട്ട് നീ എന്തേ? അതിനെ ചിലർ പറയുന്നതാണ്, ഏലിയാവിനെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യനാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാലും ദൈവം എന്ത് ചെയ്യും? എന്താ പിന്നെ കേൾക്കാത്തെന്താ? ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോ എന്ത് ചെയ്തു? കേട്ടു. കാരണം എന്താണ്? ഏലിയാവ് നമ്മളെ പോലെ സമസ്വഭാവമുള്ളവനാണെങ്കിലും അവൻ വ്യത്യസ്തനായിരുന്നു. വ്യത്യസ്തനാകത്തക്കവണ്ണം അവൻ ദൈവത്തോട് ബന്ധം എന്ത് ചെയ്തു? പുലർത്തി. അവൻ അങ്ങനെ ആകാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും അവനെ പോലെ ആകാം എന്നാണ് അതിനർത്ഥം. പറയുന്ന എത്രയൊക്കെ മനസ്സിലാവുന്നു? അല്ലാതെ വളഞ്ഞൊടിച്ചിട്ട് നമ്മെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യനാണ് ആര്? ഏലിയാവ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാലും ദൈവം എന്ത് ചെയ്യും? കേൾക്കും. കേൾക്കത്തില്ല. പക്ഷെ കേൾക്കും. എങ്ങനെ കേൾക്കും? എപ്പോ കേൾക്കും? അവനെ പോലെ നമ്മളും എന്ത് ചെയ്യണം? ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? താഴ്ന്നിരിക്കണമെന്ന് പറയുമ്പോഴത്തേ അതിനെ ആൾക്കാർക്ക് എന്ത് ചെയ്യണില്ല, പറ്റണില്ല. പിന്നെയാണ് ഇനി പ്രാർത്ഥന ദൈവം കേൾക്കാൻ പോകുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ദൈവവചനത്തിലൂടെ രക്ഷ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്ത് ചെയ്യുന്ന? ശ്രദ്ധിച്ചിരിക്കുക, ഇരുന്ന് ഉറങ്ങൽ. വാതിൽക്കലാണ്. കഷ്ടത്തിന്മേൽ കഷ്ടം, ദുഃഖത്തിന്മേൽ ദുഃഖം, പടിവാതിൽക്കൽ. നിങ്ങൾ അറിയോ എന്തുമാത്രം ആൾക്കാർ, നിരപരാധികളായിട്ടുള്ള ആൾക്കാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നറിയോ? യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ആ ദേശത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ തമ്മിലുള്ള വാക്കേറ്റം നിമിത്തം 30,000 പേരാണ് എന്ത് ചെയ്തത്? മരണപ്പെട്ടത്. 30,000. ആത്മാവിന്റെ വിലയില്ലയോ? അതിനുശേഷം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പ്രത്യക്ഷത്തിൽ ജനം എന്ത് ചെയ്യുന്നില്ല, മരണം സംഭവിക്കുന്നില്ല. പക്ഷെ അനധിവിദൂര ഭാവിയിൽ ഓരോ രാജ്യങ്ങളിലും സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമ്പോൾ ജനത്തിന് പിടിച്ചു നിൽക്കാൻ ചെയ്യത്തില്ല, കഴിയാതെ ഈ വിഷയം എന്ത് ചെയ്യും? വഷളാവും. യുദ്ധം ചെയ്യാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉണ്ടാവും. ഇത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥനയും ഒരുക്കവും. ഇത് ഇങ്ങനെ ഒരു വാളും മഹാമാരിയും ക്ഷാമം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് പനി വന്നു, തൊട്ടു, സൗഖ്യമായി. ആ യേശുവിനാണ് എനിക്കെന്ത് ആവശ്യം? പനി വരും, തൊട്ടാൾക്ക് സൗഖ്യമാവും, ചില സൗഖ്യമായില്ലെന്നിരിക്കും. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. തേജസ്കരണം പ്രാപിക്കണം, പുനരുദ്ധാനം പ്രാപിക്കണം, ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവനാകണം, രഹസ്യവരവിൽ എടുക്കപ്പെടുന്നവനാകണം, രണ്ടാം മരണം തൊടാതെ വേണം. എന്ത് ചെയ്യണം? എനിക്ക് അതിൽ നിന്ന് സർവൈവ് ചെയ്യണം. അതിനാണ് ഞാൻ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നത്? വരുന്നത്. ലക്ഷ്യബോധം വേണം. പ്രതിബന്ധങ്ങളെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം?
കൈകാര്യം ചെയ്യാം. രഹസ്യവരവിൽ എടുക്കപ്പെടാതെ പോയാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. പട്ടിണി വന്നാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, പക്ഷെ രഹസ്യവരവിൽ എടുക്കപ്പെടാത്ത പക്ഷം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. കാലങ്ങളും സമയങ്ങളും നമുക്ക് അറിയത്തില്ല. പക്ഷെ തലകൾ ഉയർത്തി നോക്കുമ്പോൾ, അടയാളങ്ങൾ കാണുമ്പോൾ, അവൻ വാതിൽക്കലെന്ന് നിങ്ങൾ എന്ത് ചെയ്യുവേൻ? അറിഞ്ഞുകൊള്ളുവേ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകുവേ, പ്രാർത്ഥനയ്ക്ക് നിർമ്മതനാകുവേ. ഇവിടെ ഇരുന്ന് നമ്മൾ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോഴത്തേക്ക് ഉറങ്ങി തൂങ്ങിയെന്നല്ല അല്ലെങ്കിലൊക്കെ പറയാൻ പറ്റും. വലിയ സന്തോഷം. സഖ്യത സൂക്ഷിച്ചില്ലെങ്കിൽ ആരാധന അവൻ തപ്പും. അവൻ എന്ത് ചെയ്യുന്നറിയോ? ആഹാബിന്റെ വേഷത്തിനെ പൊക്കിയെടുത്ത് എന്ത് ചെയ്തു? ഇവൻ ഇട്ടുകൊടുക്കും. എന്നാലോചിച്ചോ, ആഹാബിന്റെ വേഷത്തിന് എന്ത് ചെയ്തു? ദൈവം എന്നെ എന്ത് ചെയ്തു? മാനിച്ചു. എനിക്കൊരു പുതിയ കോട്ട് എന്ത് ചെയ്തിരിക്കുന്നു. അതോ സാധാരണ അല്ല, രാജാവിന്റെ കോട്ട് എന്ത് ചെയ്തു? കിട്ടി. രഥത്തിന്റെ മകളിൽ എന്ത് ചെയ്തു? എടുത്തു നിർത്തി. ആര് പെട്ടു? ആഹാബ് ബുദ്ധിയോട് ആഹാബ് അതിൽ നിന്ന് എന്ത് ചെയ്തു? പച്ച മലയാളത്തിൽ പറഞ്ഞ ഊരി നിന്നു. യഹോശാഫാത്ത് രാജാവ് തേരിന്റെ മകളിൽ, രഥത്തിന്റെ മകളിൽ എന്ത് ചെയ്യുന്നു? യുദ്ധത്തിൽ നിൽക്കുക. ഗ്രാമത്തിൽ നിന്ന് വരുന്നവര് പറഞ്ഞു വിട്ടതെന്താണെന്നറിയോ? ജനത്തെ തുടരരുത്, രാജാവിന് എന്ത് ചെയ്യണം? തട്ടണം. ആഹാബ് വേഷം മാറി ജനത്തിന്റെ ഇടയിൽ നിന്നോ. ഗ്രാമത്തിൽ നിന്ന് വന്നവർ പറഞ്ഞു വിട്ടതെന്നാണ്, ജനത്തെ തുടർന്ന് രാജാവിനെ തട്ടണം. രാജാവായിട്ട് നിന്നോടും. വേഷം മാറി നിങ്ങൾക്ക് പുതിയ വേഷം കിട്ടുമ്പോൾ നിന്നോടും. ഭജനമാ പറയണേ. ഭാഗ്യം പോലെ എന്ത് ചെയ്തു? ഒരുത്തനൊരു അമ്പെടുത്ത് കണ്ണടച്ച് 4 കറക്കം കറങ്ങിയിട്ട് അങ്ങ് വിട്ടുകൊടുത്തു. ചെന്നുകൊണ്ടത് ആഹാബിന്റെ നെഞ്ചില്. ഭാഗ്യം പോലെ ദൈവം നിന്നെ എന്ത് ചെയ്തു? രക്ഷിച്ചു. നേരത്തെ എങ്ങാനും ഒക്കെ ദൈവത്തെ വിളിച്ചിരുന്നത് കൊണ്ടാണ്. ഇന്ന് പുതിയ വേഷമൊക്കെ എന്ത് ചെയ്തു? ഇട്ട് തന്നെങ്കിലും ദൈവം പഴയ കാര്യം മറക്കാത്തതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? രക്ഷിച്ചു എന്നുള്ള കാര്യം ഓർത്തണം. അപ്പൊ എന്ത് ചെയ്തു? രക്ഷയുടെ സന്തോഷം. പ്രിയമുള്ള, ഇത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് ധ്യാനിക്കാനുണ്ട്. ഇപ്പോഴേ നമുക്ക് സമയം തീർന്നു. കണ്ടോ, അവിടെ 31-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നതാണ്, ആകയാൽ രഥനായകന്മാർ യഹോശാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനോട് പൊരുതുവാൻ തിരിഞ്ഞു. ഈ ആവശ്യമില്ലാതാണ് ഈ പോരാട്ടം എന്ത് ചെയ്തത്? വന്ന് ചാടിയത്. ഈ ആവശ്യമില്ലാത്ത ഈ കോട്ട് സൂട്ടൊക്കെ എന്ത് ചെയ്തു? എടുത്തിടുമ്പോഴാണ് പോരാട്ടം എന്ത് ചെയ്യണത്? കൂടണം. അതുകൊണ്ട് ആരുമായിട്ടാണ് ബന്ധം? ആര് തന്ന സോട്ടും കൂട്ടും ഒക്കെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് എന്ത് ചെയ്യണം? ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ കോട്ട് സൂട്ട് ഇതൊക്കെ എന്ത് ചെയ്യാൻ നീ തന്നെ എന്ത് ചെയ്യും? വച്ചോ എന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവൻ തന്നെ ആളെന്ന് പറഞ്ഞ് പിശാ എന്ത് ചെയ്യും? അകത്തൊരു കോപ്പും ഇല്ലെന്നുണ്ടെങ്കിലും പുറത്തുള്ള ധാരണ കൊണ്ട് എന്ത് വന്നു? അകത്തെന്തില്ല? കോട്ട നിമിത്തം യുദ്ധം വന്നു. അപ്പൊ യഹോശാഫാത്ത് ഭാഗ്യം പോലെ എന്ത് ചെയ്തു? എന്നാൽ യഹോശാഫാത്ത് നിലവിളിച്ചു, യഹോവ അവനെ സഹായിച്ചു. ഇല്ലെന്നുണ്ടെങ്കിൽ അമ്പ് പള്ളയിൽ എന്ത് ചെയ്യും? ഭാഗ്യം പോലെ ദൈവം നമ്മുടെ നിലവിളി എന്ത് ചെയ്തു? കേട്ടത് കൊണ്ടാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശേഷിക്കുന്നത്. അവനെ വിട്ടുപോകുവാൻ ദൈവം അവർക്ക് എന്ത് ചെയ്തു? തോന്നിച്ചു. ഇല്ലാത്ത വശം വളഞ്ഞിട്ട് എന്ത് ചെയ്തേനെ? കുത്തി. യുദ്ധത്തിനല്ലേ വന്നത്. ശരി, ഇതെല്ലാം കഴിഞ്ഞിട്ട് 19-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ യഹൂദ രാജാവായ യഹോശാഫാത്ത് യെരുശലേമിൽ തന്റെ അരമനയിലേക്ക് സമാധാനത്തോടെ മടങ്ങി വന്നപ്പോൾ കണ്ടോ, ഒന്നും സംഭവിക്കാത്ത പോലെ എന്ത് ചെയ്യാണ്? യഹോശാഫാത്ത് തന്റെ അരമനയിലേക്ക് മടങ്ങി വരാണ്. മേളി പറഞ്ഞ ഒരു സംഭവം എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. മടങ്ങി വന്നപ്പോഴുണ്ട് ആദ്യം മീഖായാവുന്ന പ്രവാചകനാണ് എന്ത് ചെയ്തത്? ഈ വിഷയത്തിൽ ആഹാബിനോട് എന്ത് ചെയ്തത്? ദൈവത്തിന്റെ ആലോചന പറഞ്ഞു. അപ്പൊ പ്രവാചകൻ നിമിത്തം മാത്രമേ എന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് പറയാൻ ഉള്ളൂ. എന്നോട് ദൈവത്തിന് നേരിട്ട് ബന്ധമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരൊറ്റ അടി ചേട്ടത്തി. ഇന്നും പലപ്പോഴും പലരും എന്ത് ചെയ്യുന്നുണ്ട്? ഇയാളിലൂടെ മാത്രമേ കാര്യങ്ങള് ദൈവത്തിന് പറയാനുള്ളോ? ദൈവം എന്നിലൂടെ എന്ത് ചെയ്യും? സംസാരിക്കുമെന്ന് പറഞ്ഞ് ദൈവിക ആലോചനയെ ചെകിട്ടത്തടിച്ചതുപോലെ എന്ത് ചെയ്യും? ദൈവിക കൂട്ടായ്മയെ ചെകിട്ടത്തടിച്ചതുപോലെ എന്ത് ചെയ്യും? ദൈവം നൽകുന്ന ശുശ്രൂഷകളെ ചെകിട്ടത്തടിച്ചതുപോലെ എന്ത് ചെയ്യും? ചെയ്തിട്ട് പോകും. യഹോശാഫാത്ത് അത് ചെയ്തോ? അത് യഹോശാഫാത്തല്ലേ, ഞാൻ ചെയ്തില്ലല്ലോ, നീയും ചെയ്തു. എങ്ങനെ അറിയാം? പോരാട്ടം എന്ത് ചെയ്യുന്നില്ല. പ്രിയമുള്ളവരെ, നീ വിടുതൽ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ പോരാട്ടമല്ല ആരാധനയാണ് വെളിപ്പെടുന്നത്. നീ പോരാട്ടത്തോട് മൽപ്പിടിച്ച് നിൽക്കേണ്ടി വരത്തില്ല. നീ ദൈവസന്നിധിയിൽ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കും. ഇത് പോരാട്ടത്തിന്റെ കടുപ്പം എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. പിന്നെയല്ലേ തേജസ്സിന്റെ പ്രസരിപ്പിൽ ദൈവത്തെ ആരാധിക്കാം. തേജസ്സിന്റെ പ്രസരിപ്പ് വന്നിട്ടേ കാലങ്ങൾ എന്ത് ചെയ്തു?
പോരാട്ടത്തിന്റെ കടുപ്പമാണ് പലർക്കും എന്ത് ചെയ്യുന്നത്. പിന്നെ തേജസ്സിന്റെ പ്രസരിപ്പ് വരണ്ടയോ എന്നും അകത്തെ പോരാട്ടത്തിന്റെ മാനിഫെസ്റ്റേഷൻ പുറത്തു വന്നുകൊണ്ടിരുന്നാ മതിയോ? അകത്തെ ആരാധനയുടെ മാനിഫെസ്റ്റേഷൻ വെളിയിൽ വരണ്ടയോ? അകത്തെ പോരാട്ടത്തിൽ നിന്നുണ്ടാകുന്ന സാധാരണ മാനിഫെസ്റ്റേഷൻ വെളിയിൽ വന്നാൽ മതിയോ? അകത്ത് ദൈവാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ വരണ്ടയോ? ആത്മാവില്ലേ? ആരാധിക്കൂ, വിടുതൽ പ്രാപിക്കൂ, വചനത്തെ ഏറ്റെടുക്കൂ, ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കൂ. അപ്പൊ ദൈവത്തിന്റെ ആലോചന നമ്മൾ എന്ത് ചെയ്യണം? ഗൗരവമായിട്ട് തന്നെ എന്ത് ചെയ്യണം? എടുക്കണം. യഹോശാഫാത്ത് എന്ത് ചെയ്തു? രാജകീയ അധികാരം ഉള്ളത് കൊണ്ട് ഒരു ചോട്ടാ രാജാവാണ്, 2 ഗോത്രത്തിലെ രാജാവാണ്, യഹൂദയില് മാത്രമുള്ള രാജാവാണ്. ആഹാബ് ബാക്കി 10 ഗോത്രങ്ങളും കൂടെ ചേർത്ത് ഇസ്രായേൽ മൊത്തത്തിലെ രാജാവാണ്. ഈ ചോട്ടാ രാജാവ് എന്ത് ചെയ്തു? ദൈവത്തിന്റെ പ്രവാചകന് എതിരെ എന്ത് ചെയ്തു? തിരിഞ്ഞു. ദൈവം എന്ത് ചെയ്തു? മറ്റൊരു പ്രവാചകനെ വെച്ചത്. ആ പ്രവാചകൻ എന്ത് ചെയ്തു? ഇവിടെ ഒന്നും സംഭവിക്കാത്ത പോലെ തന്റെ അരമനയിലേക്ക് യഹോശ രാജാവ് എന്ത് ചെയ്യാണ്? യഹോശാഫാത്ത് രാജാവ് മടങ്ങി വരികയാണ്. മടങ്ങി വന്നപ്പോ യഹൂദ ദർശകൻ അവനെ എതിരേറ്റ് യഹോശാഫാത്ത് രാജാവിനോട്, ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? നേരത്തെ ചെന്ന് തോളി കൈയിട്ടു, ആവശ്യമില്ലാതെ ആ വസ്ത്രം എന്ത് ചെയ്തു? വാങ്ങിച്ചു. അവന് വേണ്ടി എന്ത് ചെയ്തു? പോരാട്ടത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കൂട്ടുന്നു. മറ്റവനുണ്ടായ പോരാട്ടം, ആഹാബിനുണ്ടായ പോരാട്ടം ഏത് വഴിയാണെന്നുള്ള കാര്യം നീ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. അവനുണ്ടായ പോരാട്ടം ഏതാണെന്ന് അറിയാതെ നീ ചെന്ന്, മനസ്സിലാകണുണ്ടോ? അവസാനം നിന്നെ തൂക്കിയടിക്കും. ഹലോ, ദൈവാത്മാവ് സഭയെ വിവേചിക്കും. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ആത്മമണ്ഡലത്തോട് പോരാട്ടമുണ്ട്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടു നിൽക്കാം. വാഴ്ചകൾ എന്നാണ്. വാഴ്ചകൾ ബഹുവചനമാണ്. അധികാരങ്ങൾ ബഹുവചനമാണ്. ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികൾ ബഹുവചനമാണ്. സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ. നിങ്ങൾ ജഡരക്തങ്ങളോട് നമുക്ക് എന്തില്ല? പോരാട്ടമില്ല. ഇവിടെ ഇരിക്കുന്ന ജഡരക്തങ്ങളോടും യഥാർത്ഥത്തിൽ എന്തില്ല? പോരാട്ടമില്ല. പക്ഷെ ജഡരക്തങ്ങൾക്ക് പുറകിൽ ഒരു അന്ധകാര ശക്തിയുടെ വ്യാപാരമുണ്ട്. അവയോട് പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെ അതിജീവിക്കാതെ ആ വ്യക്തി ജീവിതത്തെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുവാൻ സാധ്യമല്ല. ഇതാണ് ദൈവസഭയിലെ പോരാട്ടം. മീഖായ അവൻ അടിയും കൊടുത്ത് വന്നു. മറ്റൊരുവൻ എന്ത് ചെയ്തു? ദൈവം യഹോശാഫാത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് മറ്റൊരു പ്രവാചകനിലൂടെ എന്ത് ചെയ്യുന്നത്? ആവർത്തിച്ചവനെ തിരുത്താൻ ശ്രമിക്കുന്നു. ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? നിന്റെ സ്നേഹം ആരോടാണെന്ന് എന്ത് ചെയ്യണം? നീ അറിയണം. യഹോവയായ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ, കർത്താവുമായുള്ള ബന്ധം മറ്റവൻ ഉണ്ടോ എന്നുള്ള കാര്യം നീ എന്ത് ചെയ്യണം? ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് യഹോശാഫാത്തിന് ബോധ്യം കൊടുക്കുന്നത് ആരോടുകൂടിയാണ്? അവനോട് മാത്രമാണോ? ഇവിടെ ഭരിച്ചോണ്ട് പോവും. ഇവിടെ ക്ഷാമം വന്ന എന്തുകൊണ്ടാണ്? യുദ്ധം വന്ന എന്തുകൊണ്ടാണ്? വാള് വന്ന എന്തുകൊണ്ടാണ്? ഇവിടെ പറയുന്ന ദേശത്തിലെ കാര്യമാണ്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ കാര്യമുണ്ട്, ആത്മമണ്ഡലത്തിലെ വിഷയമുണ്ട്, സഭാജീവിതത്തിലെ വിഷയമുണ്ട്, കുടുംബത്തിലെ വിഷയമുണ്ട്, സാമൂഹ്യമായ വിഷയമുണ്ട്, ദേശത്തിലെ വിഷയമുണ്ട്, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വിഷയമുണ്ട്, ആത്മമണ്ഡലത്തിലെ വിഷയങ്ങളുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു പട്ടണത്തിൽ ന്യായവിധി വന്നപ്പോൾ ദൈവത്തോട് വാദം സംസാരിക്കുമ്പോൾ ഒരു പട്ടണത്തിൽ ഒരു നീതിമാനുണ്ടെങ്കിൽ ആ പട്ടണം ദൈവം ന്യായവിധിയിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. 400 ചില്ലറ പ്രവാചകന്മാർ ബാലിന് വേണ്ടി നിന്നപ്പോൾ ഏലിയാവെന്നുള്ള ഒറ്റ പ്രവാചകൻ നിമിത്തം ദൈവം അത്ഭുതം ചെയ്തത്. അതുകൊണ്ടാണ് ഒരുവൻ. മനസ്സിലാവുന്നുണ്ട്? ഒരു പട്ടണത്തെ ന്യായവിധിയിൽ നിന്ന് രക്ഷിപ്പാൻ ഇവിടെ ഒരുവൻ ഉണ്ടായിരുന്നാ മതി. അതാണ്. അത് ജാതികളുടെ ദൈവത്തിന് എന്ത് വേണം? അവർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യണം? വേണം. അവൻ അവിടെ ഉണ്ടെന്ന് കാണിക്കാൻ ദൈവത്തിന് ഒരുവൻ മതി. അബ്രഹാമിന്റെ ദൈവം ഒരുവൻ, ഈസഹാക്കിന്റെ ദൈവം ആ കാലഘട്ടത്തിൽ ഒരുവൻ, യാക്കോബിന്റെ ദൈവം ആ കാലഘട്ടത്തിൽ ഒരുവൻ, മോശയോട് കൂടെ ഇരുന്ന ദൈവം കാലഘട്ടത്തിൽ ഒരുവൻ, യോസേഫിന്റെ ദൈവം കാലഘട്ടത്തിൽ ഒരുവൻ, ഹാനോക്കിന്റെ ദൈവം കാലഘട്ടത്തിൽ ഒരുവൻ, നോഹയുടെ ദൈവം കാലഘട്ടത്തിൽ ഒരുവൻ. ഈ കാലഘട്ടത്തിലും ദൈവസന്നിധിയിൽ മധ്യസ്ഥത അടയ്ക്കാൻ
ദൈവത്തിന്റെ ആത്മാവ് സഭയോട് വാദിക്കുന്നു. എന്തിനു വേണ്ടി? വാൾ വരുമ്പോൾ, ക്ഷാമം വരുമ്പോൾ, മഹാമാരി വരുമ്പോൾ ദൈവസന്നിധിയിൽ കാണണം. ആൾക്കാർ വരുന്ന എന്താണ്? ജലദോഷം, പനി, ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ ശുശ്രൂഷിക്കുന്നു. യേശു വന്നു, നിന്റെ പനി ഇപ്പൊ പോകട്ടെ. പനി വിട്ടുപോയി, കൂട്ടത്തിൽ അവനും വിട്ടു. കാലം ആസന്നം. ഇനി അവസാനം ഈ അന്ധകാരത്തോട് പിടിച്ചു നിൽക്കാൻ വിളക്കെന്ത് ചെയ്യും? കത്തിക്കും. അടഞ്ഞു പോണോ? പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. അവർക്ക് ദൈവത്തെ ശരിക്കും ആരാധിക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് പറ്റണില്ല. അവർക്ക് വചനത്തെ നിൽക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. അവർക്ക് അവരുടെ ലൈഫിനെ ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിക്കാൻ കഴിയുന്നു, എനിക്ക് പറ്റുന്നില്ല. കാരണം എന്താണ്? അത് ഞാൻ പറഞ്ഞു തന്നു. എണ്ണയില്ല. കത്തിച്ചോ? കത്തി അണഞ്ഞു. പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഗൗരവമായിട്ടാണ് നമ്മൾ അന്ന് കാര്യങ്ങൾ എടുത്ത് നമ്മൾ മുമ്പിലോട്ട് വന്നെങ്കിൽ, അന്ധകാരം എത്ര ശക്തിയോടെ ദൈവജനത്തിനെതിരെ വന്നാലും നിന്നിലിരിക്കുന്ന എണ്ണ അഭിഷേകം അതിന്റെ മകളിൽ ജ്വലനം തരുവാൻ തക്കവണ്ണമുള്ള എണ്ണ അഭിഷേകമാണ്. അതിൽ ദേശം എത്ര ഇരുട്ടിൽ പോയാലും നിന്നിലിരിക്കുന്ന അഭിഷേകം അതിനെ അതിജീവിക്കാനുള്ള വെളിച്ചം നിന്നിൽ ഉണ്ടാക്കും. ഇല്ലാത്തവൻ എന്ത് ചെയ്യും? അണഞ്ഞ് 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 എന്ത് ചെയ്യും? പിടിച്ചു നിൽക്കാൻ പറ്റാതെ കൂടെ ഉണ്ടോ? മനസ്സിലാണുണ്ടോ? അല്ലല്ലോ. പണ്ടൊരു പട്ടി ഭയങ്കര കൊര. യജമാനം വന്ന് വലിയ ടോർച്ച് എടുത്ത് ദേശം മുഴുവൻ അടിച്ചു നോക്കിയപ്പോ അവിടെ ഒന്നും ഒരു കുരയ്ക്കാനുള്ള ഒരു കാരണവും കണ്ടില്ല. സ്വിച്ച് എല്ലാം ഓഫ് ചെയ്തു, പുള്ളി പോയി ചെന്ന് കിടന്നു. പട്ടി പിന്നെയും കുരയ്ക്കണം. പട്ടിയെ രണ്ട് പറഞ്ഞും കൊണ്ട് വീണ്ടും എന്ത് ചെയ്തു? എല്ലാ സ്വിച്ച് വിട്ടു. വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്തു? നേരത്തെ ഞാൻ എന്റെ കണ്ണിൽ പെടാതെല്ലാം ഇവിടെ എല്ലാം ഉണ്ടാവുന്ന എന്ത് ചെയ്തു? ടോർച്ച് എല്ലാം എന്ത് ചെയ്തു? അടിച്ചു നോക്കി, ഒന്നും കണ്ടില്ല. വീണ്ടും പട്ടിയെ രണ്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ചെന്ന് കിടന്നു ഉറങ്ങി. അയാള് ചെന്ന് കിടന്ന് സ്വിച്ച് എല്ലാം ഓഫ് ചെയ്ത് ഉറങ്ങാൻ തുടങ്ങിയത് പട്ടി പിന്നെ എന്ത് ചെയ്തു? കുരച്ചു. കാരണം വീട്ടുടയവൻ എന്ത് ചെയ്തില്ല? കാര്യം കണ്ടില്ല, പട്ടിയാണ് കാര്യം കണ്ടത് എന്ന് പറഞ്ഞവനാണ് ഈ പട്ടി കിടന്ന് കുരയ്ക്കുന്നത്. മനസ്സിലായോ? ഈ പട്ടി എന്ത് ചെയ്യുന്നു? കാര്യം എന്തോ എന്ത് ചെയ്തു? കണ്ടതുകൊണ്ടാണ്. അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും എന്ത് ചെയ്തു? ശാന്തമായിട്ട് എന്ത് ചെയ്തു? ചെന്നാണ് ഉറങ്ങുന്നു. പിറ്റേ ഞായറാഴ്ച ഈ പട്ടി വീണ്ടും കുരയ്ക്കുന്നു. വലിയ സന്തോഷമായില്ലേ? ആശയം മനസ്സിലായോ? എന്തോ കണ്ടു, വേറൊന്നുമല്ല, അവൻ വാതിൽക്കലാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരുക്കപ്പെട്ടില്ല. എവിടെ? ഞായറാഴ്ച മാത്രം നിന്ന് ഒരുക്കപ്പെടാൻ തീയതില്ല, പറ്റത്തില്ല. കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം, സബ്മിസീവ് ഉണ്ടാവണം, വിധേയത്വം എന്ത് ചെയ്യണം? ഉണ്ടാകണം. തലയ്ക്ക് എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. പ്രിയമുള്ളവരെ, വേണ്ട വേലയ്ക്ക് എന്ത് ചെയ്തു? ഈ യഹോശാഫാത്ത് രാജാവ് എന്ത് ചെയ്തു? ചെന്ന് ചാടിക്കൊടുത്തു. അടിയോടടി, പോരാട്ടത്തോട് പോരാട്ടം. 20-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴത്തേക്കാണ് കാണുന്നത് എന്താണ്? സമയം പോരാ, അതുകൊണ്ടാ. അതിന്റെ ശേഷം മോവാബ്യരും അമോന്യരും അവനോടുകൂടെ മെയൂന്യരിൽ ചിലര് യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു. പോരാട്ടം നിൽക്കണില്ല. ഒരു കുന്തത്തിന് എന്ത് ചെയ്തു? ഒഴിഞ്ഞ് രക്ഷപ്പെട്ട് വന്നെങ്കിലും മറ്റൊരു പ്രവാചകൻ എന്ത് ചെയ്തു? കൃത്യമായി തിരുത്തൽ എന്ത് ചെയ്തു? കൊടുത്തു. ശരിയാണ്. ആ തിരുത്തൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള ചില കാര്യങ്ങൾ യഹോശാഫാത്ത് രാജാവ് എന്ത് ചെയ്തു? പക്ഷെ ചെയ്തിട്ടും പോരാട്ടം എന്ത് ചെയ്തില്ല, നിൽക്കുന്നില്ല. ഇവിടെ കാണുന്നത് എന്താണെന്നറിയോ? മോവാബ്യ കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. സൊദോം ഗൊമോറ പട്ടണത്തില് ദൈവം ന്യായവിധി അയക്കുന്ന സമയത്തിൽ ലോത്തും 2 പെൺമക്കളുമാണ് എന്ത് ചെയ്തത്? ഓടി രക്ഷപ്പെടുന്നത്. അതോടുകൂടി ഭൂമിയിൽ എല്ലാ തലമുറയും തീർന്നെന്ന് എന്ത് ചെയ്തു? ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന് വിരോധമായ ഭാവം എന്ത് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ സന്തതികളെയാണ് ആരായിട്ട് കണക്കാക്കിയത്? മോവാബ്യര് വന്ന് എന്ത് ചെയ്തു? പോരാട്ടത്തിന് വന്ന് ചാടി. ദൈവം കൊടുത്ത അഭിഷേകം കൊണ്ടിരുന്നാൽ പോരായിരുന്നു. ദൈവം കൊടുത്ത സ്ഥാനവും മാനവും കാര്യങ്ങളൊക്കെ പോരെ. അവർ ഈ ചുമ്മാതെ ഇവർ ഭയങ്കര ക്രൂരന്മാരാണ്, ഭയങ്കര കഠിന ഹൃദയന്മാരാണ്. യഹോശാഫാത്തിന് നേരെ എന്ത് ചെയ്തു? ഇവരെല്ലാരും കൂടെ, ഈ മോവാബ്യരും അമോന്യര് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ നികൃഷ്ടമായ രീതിയില് ഒരു ജനസമൂഹമാണ്. ഇവരെല്ലാം കൂടെ എന്ത് ചെയ്തു? പാവപ്പെട്ട ഈ മനുഷ്യനെതിരെ എന്ത് ചെയ്തു? വരികയാണ്. ദൈവത്തെ വിളിച്ച് ആരാധിച്ച് സ്വത്രം പറഞ്ഞില്ല പോരായിരുന്ന ജാതികളായിട്ട് എണ്ണയില്ല പിണകൂടലെന്ന് പറഞ്ഞു കാര്യമില്ല. ജഡം കൊണ്ട് എവിടെ വരുന്നു? ദൈവസന്നിധി വരുന്നു. നിന്റെ ആത്മാവ് എവിടെ ഇരിക്കണം?
നിന്റെ ചിന്തകൾ എവിടെ ഇരിക്കണം? അതിന്റെ യാത്ര എങ്ങോട്ടാണ്? ശരീരം എവിടെ ഇരിക്കുന്നത് കൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. നിന്റെ ശരീരം എവിടെ ഇരിക്കുമ്പോൾ അതോടുകൂടി നിന്നിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവ് ഒരുക്കമുള്ളതായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിനക്കാണ് ആരാധിക്കാൻ കഴിയുന്നത്. ശരീരം കൊണ്ട് നീ ഇവിടെ ഇരിക്കുമ്പോൾ നിന്റെ ദേഹിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോകം മുഴുവൻ ചുറ്റിയിട്ട് വരാൻ പറ്റും. ശരീരം കൊണ്ട് നീ ഇവിടെ ഇരുന്നാൽ ദേഹി കൊണ്ട് ചുറ്റി നടക്കുന്നത് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ശരിയാക്കി എടുക്കാൻ ശ്രമിക്കാൻ കേട്ടോ. ശരീരത്തിന് ഉന്തി തള്ളി കൊണ്ടുവന്നൊന്നും വെച്ച കാര്യമില്ല. ആത്മാവിനെ അവിടെ ഇരുത്തണം, ദേഹി അവിടെ ഇരുത്തണം. അതിൽ നിറവ് എന്ത് ചെയ്യണം? ആത്മാവിൽ നിറവ് എന്ത് ചെയ്യണം? ഉണ്ടാകുമ്പോൾ അതിന്റെ ഉല്ലാസം എന്ത് ചെയ്യും? ശരീരത്തിൽ ഉണ്ടാവും. ഞാൻ എന്റെ രക്ഷിതാവിൽ എന്ത് ചെയ്യുന്നു? ഉല്ലസിക്കുന്നു. ഉല്ലസിക്കുന്നത് വിഷമിച്ചിരിക്കുകയാണോ? യേശുവിനെ ഉള്ളത്തിൽ മറിയ വഹിച്ചിരുന്നപ്പോൾ എന്റെ രക്ഷയുടെ കർത്താവിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഉല്ലസിക്കുന്നു. രക്ഷിതാവിൽ ഉല്ലസിക്കണം. മറിയ യേശുവിനെ ഉദരത്തിലാണ് എന്ത് ചെയ്തത്? വഹിച്ചിരുന്നത്. നമ്മളോ അവനെ ആത്മാവിൽ വഹിക്കുന്നു. മറിയ തേജസ്കരണം പ്രാപിക്കണമെങ്കിൽ 120 പേരോട് കൂടി മറിയ എന്ത് ചെയ്യേണ്ടി വന്നു? അഭിഷേകം പ്രാപിക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ മറിയ തേജസ്കരിക്കപ്പെടില്ല. 120 കൂടെ ആരുണ്ടായിരുന്നു? യേശുവിന് ഗർഭം വഹിച്ചിരുന്ന മറിയ തേജസ്കരണം പ്രാപിക്കണമെങ്കിൽ ഉദരത്തിൽ മാത്രം വഹിച്ചിരുന്നാൽ മതിയോ? തേജസ്കരണം പ്രാപിക്കേണ്ട, അഭിഷേകം പ്രാപിക്കണം. ആ അഭിഷേകമാണ് ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതും വാങ്ങിച്ച് വെച്ചുകൊണ്ടാണ് ഉല്ലസിക്കാൻ പറ്റാതിരിക്കണം എന്നുള്ള കാര്യം മറക്കരുത്. ദൈവത്തിന് ഉല്ലസിക്കാൻ കഴിയുന്നുണ്ടോ? അവന് പ്രമോദിക്കാൻ കഴിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ടോ? അതോ ഇരുട്ട് കീഴ്പ്പെടുത്തുകയാണോ? അന്ധകാരം കീഴ്പ്പെടുത്തുകയാണോ? നിന്റെ അകത്ത് എണ്ണയുണ്ടെങ്കിൽ, അഭിഷേകമുണ്ടെങ്കിൽ നീ അതിജീവിക്കും. ആത്മപകർച്ച പ്രാപിക്കണം. ഇപ്പൊ യഹോശാഫാത്ത് രാജാവിന് ഇപ്പൊ എന്തായി? ആഹാബ് രാജാവ് ഈ പറഞ്ഞ പോരാട്ട ശക്തികൾ ഇപ്പൊ പിന്നെ ഡയറക്റ്റ് അറ്റാക്ക് എന്ത് ചെയ്യുന്നു? വരുന്നു. 3 ആംഗിൾ വന്ന് എന്ത് ചെയ്യും? തറച്ചക്രം പോലെ കിടന്ന് കറങ്ങാനേ പറ്റത്തുള്ളൂ. വീശി അടിക്കും. സ്വതന്ത്രം യഹോശാഫാത്ത് വീശി അടിക്കാൻ നിന്നിരുന്നെങ്കിൽ തട്ടിപ്പോയല്ലേ. യഹോശാഫാത്ത് എന്ത് ചെയ്യുന്നറിയോ? ദൈവസന്നിധിയിൽ ഒരാംഗിളിൽ വരണ പോരാട്ട ശക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അത് തലങ്ങും വിലങ്ങും അടിച്ചു പോയതിന്റെ വികലമായ രൂപങ്ങളാണ് നമ്മുടെയൊക്കെ മുഖത്ത് എന്ത് ചെയ്യണത്? കിടക്കണത്. എന്തോ ഒരു ചെറിയ പിന്നെ ഈ 4 വശത്തു നിന്ന് വന്ന് അടിച്ച് മിച്ചം കാണും. ദൈവസന്നിധിയിൽ വീഴുക, ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യുക, ദൈവസന്നിധിയിൽ വീണ്ടും വീണ്ടും സറണ്ടർ ചെയ്യുക. ഒരു രാജാവ് അക്ഷരികമായ ഒരു യുദ്ധത്തിന് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്തിട്ട് അക്ഷരികമായ ഒരു യുദ്ധം ദൈവം അവിടെ ജയം കൊടുത്തെങ്കിൽ, ആത്മമണ്ഡലത്തിലെ പോരാട്ടത്തില് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളെയും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളെയും ആയുധവർഗം വൈപ്പിച്ചവൻ നിനക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ നിന്നും നിന്നെ വിടിവിപ്പാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. 3-ാം വാക്യം, യഹോശാഫാത്ത് എന്ത് ചെയ്തു? യുദ്ധം വന്നപ്പോ ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ. ഒത്തിരി ആൾക്കാർക്ക് വിഷയം വന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ? യഹോവയെ അന്വേഷിക്കത്തുള്ളൂ. അല്ലാത്തപ്പോഴും എന്ത് ചെയ്തില്ല? അന്വേഷിക്കത്തില്ല. അന്വേഷിച്ചാൽ നല്ലത്. പോരാട്ടം ഉണ്ടാകുമ്പോൾ കൂടുതൽ അന്വേഷിക്കും. അടി 5 പൊട്ടുമ്പോ കൂടുതൽ എന്ത് ചെയ്യും? അന്വേഷിക്കും. ഇവിടെ എന്ത് ചെയ്തു? യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് ആമേൻ യഹൂദയിലൊക്കെ എന്ത് ചെയ്തു? നയമാന കുഷ്ഠരോഗം വന്നു. നീ വൈദ്യന്മാരടുത്തും അവിടെ ഇവിടെയൊക്കെ പോയി ചികിത്സ ചെയ്തിട്ടും ഒരു കുന്തം എന്ത് ചെയ്തില്ല? നടന്നില്ലല്ലോ. അവിടെ പോയാൽ ആ പ്രവാചകൻ എന്ത് ചെയ്യും? കാര്യം ചെയ്യേണ്ടത് പറഞ്ഞു തരും. അപ്പോ വിദൂരത്തിൽ എന്ത് ചെയ്യണം? പോണം. എന്നാ പിന്നെ എന്ത് ചെയ്യാം? പൊക്കളയാം എന്ന് പറഞ്ഞ് വിദൂരത്തിൽ എന്ത് ചെയ്തു? പോയപ്പോഴത്തേക്ക് പോയ പോക്കിൽ ഇങ്ങനെ വിചാരിച്ചെന്താണ്? നയമ വിചാരിച്ചെന്താണ്? കൈ വീശി കുഷ്ഠരോഗമേ പോ എന്ന് പറയുന്ന എന്ത് ചെയ്തു? വിചാരിച്ചു. ഏലിയാവ് എന്ത് ചെയ്തു? വീട്ടിന് വെളിയിൽ പോലും എന്ത് ചെയ്തില്ല, ഇറങ്ങിയില്ല. എന്റെ ശിഷ്യന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചെന്ന് അയാളടുത്ത് പറഞ്ഞുതരാം. വലിയ ആളാണ് കേട്ടോ. കുതിരയും പടയും ചേവകരും ആളും പേരുമായിട്ട് എന്ത് ചെയ്തു? വന്നു. യോർദാനിൽ പോയി മുങ്ങിയിട്ട് എന്ത് ചെയ്തു? പൊക്കളാണ്. അന്നേരം എന്റെ വീട്ടിന് അടുത്തൊരു തോടുണ്ട്. ആദ്യം അത് പറഞ്ഞു. ആ തോട്ടിൽ ഞാൻ എന്ത് ചെയ്തോളാം? തൊട്ടടുത്തൊരു ആരാധനയുണ്ട്, അവിടെ ഞാൻ എന്ത് ചെയ്യാം?
പൊയ്ക്കോളാം. വലിയ കാര്യങ്ങൾ വല്ല എങ്ങനെ പറഞ്ഞെങ്കിൽ നീ കേൾക്കൂലേ? ബാല്യക്കാരൻ പറഞ്ഞു ബോധ്യപ്പെടുത്തും. വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. യോർദാനിൽ ചെന്ന് എന്ത് ചെയ്യാ മതി? മുങ്ങിയാ മതി. കുഷ്ഠം മാറണമെങ്കിൽ തൊട്ടടുത്ത തോട്ടിൽ മുങ്ങിയാ പോരാ. മനസ്സിലായില്ലേ? ദൈവം മനസ്സിലായില്ല. ഇനി ഇതിൽ കൂടുതൽ തെളിച്ചമായിട്ട് പറയാം. എനിക്ക് എത്ര മനസ്സിലായി ആ ചോദ്യത്തിന്റെ മറുപടി? ദൈവം പറയുന്നിടത്ത് 7 വട്ടം എന്ത് ചെയ്യണം? 7 ഉപദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ദൈവസഭയിൽ നീ മുങ്ങാത്ത പക്ഷം അതിന് ഒരുപക്ഷെ നീ കിലോമീറ്റർ കണക്കിന് എന്ത് ചെയ്യേണ്ടി വരും? യാത്ര ചെയ്യേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? എന്തിനാണ് ഇത് ചെയ്യുന്നത്? സൗഖ്യമാകുവാൻ. 6 വട്ടം മുങ്ങിയിട്ട് കുഷ്ഠം മാറിയില്ല. 7 വട്ടം എന്ത് ചെയ്തേ പറ്റൂ? മുങ്ങിയേ പറ്റൂ. അത് സൗകര്യമുള്ളിടത്ത് മുങ്ങിയാ പറ്റത്തില്ല. 7ാമത്തെ വട്ടം. ഉപദേശം എത്രയുണ്ട്? 7. 7 ഉപദേശങ്ങളിലും നിമജ്ജനം ചെയ്യാതെ ഓരോ ഉപദേശങ്ങളും ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ 2 മണിക്കൂറിൽ കുറയാതെ ഓരോ ഉപദേശത്തിനും പറയാനുണ്ടാവും. വിടുതൽ നീ പ്രാപിച്ചിട്ടില്ലാത്തോണ്ടാണ് ഇത് കേൾക്കേണ്ടി വരണം. നിനക്ക് നിത്യജീവനെ കടക്കണമോ? ഹാനോക്കിന്റെ കാലഘട്ടത്തിൽ ഒരുവൻ, നോഹയുടെ കാലഘട്ടത്തിൽ 8 പേര്, സൊദോം ഗൊമോറ പട്ടണത്തെ ഉന്മൂലനാശം ചെയ്യുമ്പോൾ 3 പേര്. കർത്താവ് വിളിച്ചു പറഞ്ഞു, അവന്റെ വരവേൽ നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ സംഭവിക്കും. ആത്മാവിൽ ജയമെടുത്തില്ലെങ്കിൽ കാര്യമാകും. ഒരു കാര്യം ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രം. യെഹെസ്കേലിന്റെ പുസ്തകം 38-ാമത്തെ അധ്യായത്തിൽ വരാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, രോശ്, മേശേക്ക്, രൂബേൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: രോശ്, മേശക്ക്, രൂബേൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച്. ഇവിടെ ഗോഗ് എന്ന് പറയുന്ന കാര്യം ബൈബിൾ പ്രവചനത്തിൽ കേന്ദ്ര വിഷയമാണ്. ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ റഷ്യയുമായിട്ടുള്ളൊരു വിഷയം, ഇറാനുമായിട്ടുള്ള വിഷയം വരുമ്പോൾ നിങ്ങൾ ഓർത്തു കൊള്ളണം, റഷ്യയെ താടിക്ക് ഹൂക്കിട്ട് വലിച്ചതുപോലെ ഒരു പിടുത്തം വരുന്നുണ്ടെങ്കിൽ നിന്റെ വീണ്ടെടുപ്പിന്റെ ദിവസം നീ എണ്ണിക്കൊള്ളണം. അവൻ അതിൽ നിന്ന് ഊരാൻ പറ്റില്ല. 2720 വർഷം മുൻപ് ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇവിടെ വായിക്കുന്നു, ഞാൻ നിന്നെ എന്ത് ചെയ്യും? അവൻ ഉദ്ദേശിക്കുന്ന കാര്യമല്ല, അവന് വഴി തെറ്റി വരും. ആര് വരും? ഇസ്രായേലിന്റെ വടക്കറ്റം കിടക്കുന്ന റഷ്യ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? രംഗത്ത് വന്നിട്ടില്ല. വരുന്നുണ്ടെങ്കിൽ ഇത് അന്ത്യകലാശമായിരിക്കും. ഇത് പറയുന്നത് പ്രവീൺ ബ്രദറല്ല, വചനമാണ്. താടിയലിന് ഹൂക്കിട്ടാൽ ഊരിപ്പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ആ രീതിയിൽ എന്ത് ചെയ്യും? വഴി തെറ്റിച്ച് താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ, സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ, വാളും പരിചയും പലകയും എടുത്ത് ഒരു മഹാസമൂഹത്തെയും അവനോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരിയും ധരിച്ച പാർസി. ആരാണ് പാർസി? മേത്യരാരാണ്? പാർസികൾ ആരാണ്? പാർസി ആരാണ്? പേർഷ്യൻ സാമ്രാജ്യം. നെബൂഖദ്നേസർ ചക്രവർത്തിക്ക് ശേഷം വന്നതാരാണ്? മേത്യരും പേർഷ്യരും. പേർഷ്യൻ സാമ്രാജ്യം എന്താണ്? ഇന്നത്തെ ഇറാൻ. താടിയലിന് അവന് ഹൂക്ക് വീണിട്ടുണ്ടെങ്കിൽ ദൈവസഭയുടെ തേജസ്കരണമാണ് സംഭവിക്കാൻ പോകുന്നത്. അതുണ്ടോ ഇല്ല എന്ന് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നില്ല. ഉണ്ടെങ്കിൽ നീ കുറിച്ചോ. മനസ്സിലായോ? പാർസി ഒന്നാമത്. കൂശ്യരാരാണ്? എത്യോപ്യർ. പൂത്യരാരാണ്? ലിബിയർ. യുദ്ധത്തിനുണ്ടോ? പാർസി ഉണ്ടോ? കൂശ്യരുണ്ടോ? പൂത്യരുണ്ടോ? ലിബിയറുണ്ടോ? ഗോമേർ പ്രത്യക്ഷത്തിൽ എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. സപ്പോർട്ടുണ്ടാണ് ജർമ്മനി. അതാണ് ഗോമേർ എന്ന് പറയുന്നത്. അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമഗ്രഹം, റഷ്യ. വടക്കേ അറ്റം. ഏത് വടക്കേ അറ്റം?
ഇസ്രായേലിന്റെ ഏറ്റവും വടക്കേറ്റത്ത് കിടക്കുന്നതാണ് റഷ്യ. അവനിന്ന് അറിയുന്നില്ല, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കറിയത്തില്ല. ഇതൊരു പക്ഷെ ഈ തലമുറയോ അടുത്ത തലമുറയോ ചിലപ്പോ കർത്താവിന്റെ വരവ് നീട്ടിവെച്ചാൽ അതെങ്ങനെ സംഭവിക്കും? വൃതന്മാരുടെ പ്രാർത്ഥന നിമിത്തമല്ലാതെ കർത്താവിന്റെ വരവ് വൈകത്തില്ല, അവൻ വരും. വൃതന്മാർ എങ്ങനെ പ്രാർത്ഥിക്കുന്നു? കർത്താവേ, ഈ ജനം ഒരുക്കം പ്രാപിച്ചിട്ടില്ല, ഈ ജനം നൂതനം പ്രാപിക്കാൻ തയ്യാറായിട്ടില്ല, ഈ ജനത്തിന് മാനസാന്തരത്തിന് ഒരു അവസരം കൊടുക്കണം, ഈ ജനത്തിന്റെ ചെവി തുറക്കുവാൻ ഒരു അവസരം കൊടുക്കണം, അനുദപിക്കാൻ മനസ്സ് കൊടുക്കണം, ഇല്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകും എന്ന് അഭിഷിക്തന്മാർ ദൈവസന്നിധി മധ്യസ്ഥത ചെയ്യാത്ത പക്ഷം അവൻ വരും. മനസ്സിലായോ? എടുക്കപ്പെടണ്ടയോ? ജീവിതത്തിൽ 2 ലക്ഷ്യം. ജീവിച്ചിരിക്കുന്നവൻ തേജസ്കരണം പ്രാപിക്കണം, മരണപ്പെട്ടു പോയാൽ പുനരുദ്ധാനം പ്രാപിക്കണം. തേജസ്കരണത്തിലേക്ക് നയിക്കാൻ പരിശുദ്ധാത്മാവ് ആവശ്യം, പുനരുദ്ധാനം പ്രാപിക്കണമെങ്കിലും പരിശുദ്ധാത്മാവ് ആവശ്യം. വരാനുള്ളവൻ വരുമ്പോൾ 2 കാര്യമേ സംഭവിക്കത്തുള്ളൂ. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. 2ാമത്തെ കാര്യം, ജീവനോടെ ശേഷിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും. ഈ 2 കാര്യമാണ് സംഭവിക്കുന്നത്. 3ാമതൊരു കാര്യമില്ല. ഈ 2 കാര്യത്തിനകത്ത് ഞാൻ ഉൾപ്പെടണമെങ്കിൽ, പ്രിയമുള്ളവരെ, 100 ചില്ലറ വർഷം പ്രസംഗിച്ചിട്ട് ഒരു മനുഷ്യനും കേൾക്കാനില്ലായിരുന്നോ? ഒട്ടകത്തിൽ കയറാൻ ആരും തയ്യാറായില്ല. കർത്താവ് വിളിച്ചു പറഞ്ഞു, അന്ത്യകാലത്തിലും അത് സംഭവിക്കും. എന്ത് സംഭവിക്കും? ഒട്ടകത്തിൽ കയറാൻ ആൾ കാണില്ല. മത്സരിക്കരുത്, സാഠ്യം കാണിക്കരുത്, വിധേയപ്പെടുക, അനുദപിക്കുക, മാനസാന്തരപ്പെടുക. കർത്താവേ, നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എന്റെ വചനം കൊണ്ട് എന്നെ കഴുകണമേ, പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കണമേ, ക്രൂശിന്റെ മറവിൽ എന്നെ മറയ്ക്കണമേ. കൈവിടപ്പെടല്ലേ. നീ നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുന്നു. സമയം പോരല്ലോ. എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെയും എന്ത് ചെയ്യും? ഉപദ്രവിക്കും. സത്യം പറയുന്നവരെന്ത് ചെയ്യും? അപ്പോ ആരെയാണ് ഉപദ്രവിക്കുന്നത്? കർത്താവിനെ. 2ാമത് പറയുന്ന കാര്യം എന്താണ്? എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേത് എന്ത് ചെയ്യും? നിങ്ങളുടെ വചനം പ്രമാണിക്കുന്നുണ്ടെങ്കിൽ അവർ ആരെ വചനത്തെയാണ് പ്രമാണിക്കുന്നത്? എന്റെ വചനത്തെയാണ് പ്രമാണിക്കുന്നത്. നിങ്ങളുടെ വചനത്തെ പ്രമാണിക്കുന്നില്ലെങ്കിൽ അവർ ആരെ പ്രമാണിക്കുന്നില്ല? ദൈവത്തെ പ്രമാണിക്കുന്നില്ല. പക്ഷെ പറയുന്നവരെന്താണ്? ഞാൻ ആരെ തള്ളിക്കളഞ്ഞിട്ടില്ല, ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷെ ദൈവം പറയുന്നവരെ എന്ത് ചെയ്യണം? പറയുന്നതിന് മനസ്സിലായി. കേൾക്കുന്നവർ പറയുന്ന എന്താണ്? ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? യേശുവിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞെന്താണ്? നിങ്ങൾ പറയുന്നത് തള്ളിക്കളയുമ്പോൾ അവർ നിങ്ങളെയല്ല തള്ളിക്കളയുന്നത്, എന്നെയാണ് തള്ളിക്കളയുന്നത്. എത്ര പേർ തള്ളിക്കളയുന്നു? യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനെ ഉപദ്രവിച്ചുവോ? ഉപദ്രവിച്ചോ? കർത്താവിനെ എന്ത് ചെയ്തു? ഉപദ്രവിച്ചു. ശിഷ്യന്മാർ എന്ത് ചെയ്യത്തില്ല? ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നീ ശിഷ്യഗണത്തിലുള്ള ആളല്ല. നീ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ആരെയാണ് ഉപദ്രവിക്കുന്നത്? നീ ശിഷ്യനാണെങ്കിൽ എന്ത് ചെയ്തില്ല? നീ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, നീ അത് അനുസരിക്കുന്നുണ്ടെങ്കിൽ, നീ അനുസരിക്കുന്നത് ആരെയാണ്? കേൾക്കുന്നവനെ അല്ല, ആ ശബ്ദം പുറപ്പെടുവിക്കുന്നവനെ. നീ അത് അനുസരിക്കുന്നില്ലെങ്കിൽ നീ ആരെയാണ് അനുസരിക്കാതിരിക്കുന്നത്? പുറപ്പെടുവിച്ചവനെ. അനുസരിക്കാതിരുന്നിട്ട് അവൻ പറയുന്നത് എന്താണ്? എനിക്ക് ദൈവമായിട്ടൊന്നുണ്ട്, ബന്ധമുണ്ട്. യഹോശാഫാത്തിന് വന്ന് എന്ത് ചെയ്യരുത്? ദൈവം അവനെ വീണ്ടും എന്ത് ചെയ്തു? വിടുവിച്ചു. പക്ഷെ ആഹാബ് എന്ത് ചെയ്തു? ദൈവം ന്യായീകരിച്ചു. ദൈവം നമ്മെ നീതീകരിക്കാനാണ് വന്നിരിക്കുന്നത്. യുദ്ധം വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? യഹോശാഫാത്ത് രാജാവ് ഓടിച്ചെന്ന് പടച്ചട്ടയെ കേട്ട് കുതിരകൾ എവിടെ, വാളും കുന്തവും വരിക എവിടെ, എല്ലാവരും സംഘടിതമായിട്ട് എന്ത് ഇറങ്ങുക, നമുക്ക് ഈ 3 ആംഗിളിൽ വരുന്ന യുദ്ധത്തെ നമുക്ക് എന്ത് ചെയ്യണം? നേരിടണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് യുദ്ധത്തിന് ഇറങ്ങിയോ? ഇല്ല. ആരാധിക്കാൻ പോകുന്ന സമയത്തിൽ ഇടുന്ന ആരാധനാ വസ്ത്രം എവിടെ? യഹോശാഫാത്ത് രാജാവ് പറഞ്ഞു, എനിക്ക് യഹോവയായ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. എപ്പോൾ? പോരാട്ടം വന്നപ്പോൾ, വാള് വന്നപ്പോൾ, മഹാമാരി വന്നപ്പോൾ, ക്ഷാമം വന്നപ്പോൾ. രാജാവിന് യുദ്ധം ചെയ്യാനുള്ള ആക്രമണമല്ല വന്നത്. അഭിഷേകമുള്ള അഭിഷിക്തൻ അവൻ ദൈവത്തെ ആരാധിക്കാനുള്ള
ആ നീതി വസ്ത്രം എന്ത് ചെയ്തു? ധരിച്ചിട്ട് യഹോവയായ ദൈവത്തെ അവൻ ആരാധിക്കുകയാണ്. അക്ഷരികമായ ഒരു യുദ്ധത്തിന് ജയമെടുക്കാൻ അന്ന് ആരാധനയ്ക്ക് സാധിച്ചെങ്കിൽ ആത്മമണ്ഡലത്തിലെ പോരാട്ടത്തിൽ ജയമെടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ദൈവത്തെ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആരാധിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. നീ ആരാധിക്കുന്നത് എന്തിനു വേണ്ടി? വിടുതലിന് വേണ്ടിയാണോ? സൗഖ്യം കിട്ടാനാണോ? നീ ആ രീതിയിലാണോ ദൈവത്തെ കാണുന്നത്? ആ രീതിയിലും അറിയാൻ പറ്റും, കാണാൻ പറ്റും. അതിനപ്പുറത്തേക്ക് എനിക്കെന്റെ ദൈവത്തോടൊന്നുണ്ട്. എന്റേതായിട്ടുള്ള വിഷയങ്ങൾക്കോട് പരിഹാരകനായിട്ടല്ല ഞാൻ ദൈവത്തെ കാണുന്നത്. അവനായിരിക്കുന്നത് പോലെ കണ്ടോ, അവനായിരിക്കുന്നത് പോലെ അവനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ആരാധനയ്ക്ക് തയ്യാറായിക്കൊണ്ട് ഞാൻ എന്റെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും? ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഞാൻ എന്ത് ചെയ്യും? ആരാധിക്കും. ജീവിതത്തിൽ അങ്ങനെ ഒരു ആരാധന എന്ത് ചെയ്തു? പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ ഒരു രാജാവും യുദ്ധം നേരിട്ടപ്പോൾ ആരാധിച്ച് ജയമെടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. എന്നാൽ യഹോശാഫാത്ത് രാജാവ് ആരാധിച്ച് ജയമെടുത്തു. ഇന്ന് നമ്മുടെ ആത്മമണ്ഡലത്തിൽ നിന്നുണ്ട് പോരാട്ടമുണ്ട്. പിശാച് വരുന്നതിനാണ് മോഷ്ടിപ്പാൻ. എന്താ മോഷ്ടിപ്പാൻ? ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ. അറുപ്പാൻ. എന്തറുപ്പാൻ? ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇന്നലെ നീ ദൈവശബ്ദം കേട്ടെങ്കിൽ പിശാച് ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഇന്ന് നീ കേൾക്കാതെ വണ്ണം അത് അറുത്ത് കളയാം. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തോടുള്ള ബന്ധവും അറുത്ത് ദൈവശബ്ദം കേൾക്കുന്നതും അറുത്ത് കളഞ്ഞാൽ അവനെ എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും? മുടിച്ചു കളയാൻ പറ്റും. എവിടെ? നരകത്തിൽ. അവൻ വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും, അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരാണ്. അതുകൊണ്ടാണ് ഇന്ന് ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? വന്നിരിക്കുന്നത്. ജീവൻ പ്രാപിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടണം, സമൃദ്ധിയായ ജീവൻ എനിക്ക് വേണം. പുനരുദ്ധാനത്തിന്റെ ജീവനാണ് ആ സമൃദ്ധിയായ ജീവൻ. ഉയർപ്പിന്റെ ജീവൻ, മരണവാസത്തെ പൊട്ടിച്ച ജീവൻ, പാതാള ശക്തികളെ പൊട്ടിച്ച ജീവൻ, പുനരുദ്ധാനത്തിന്റെ ജീവൻ ഞങ്ങൾക്ക് വേണം. ഇനി കൃപമേൽ കൃപ ഞങ്ങൾക്ക് വേണം. ആലാളുകളോട് ഓടിയിട്ട് നീ തളർന്നു പോയാൽ കുതിരകളോട് നീ എങ്ങനെ ഓടും? ചെറിയ മതിലുകളുടെ പ്രതിസന്ധി കണ്ട് നീ അവിടെ പകച്ചു നിന്നാൽ, യെരിഹോവിന്റെ കോട്ട കാണുമ്പോൾ നീ എന്ത് ചെയ്യും? കുതിരകളോട് ഓടി നീ തളർന്നു പോയാൽ, ഏലിയാവിന്റെ കാലിനെ ദൈവം ബലപ്പെടുത്തിയപ്പോൾ ആഹാബ് രാജാവിന്റെ തേരിൽ കെട്ടിയിരിക്കുന്ന കുതിരയുടെ കാലിനേക്കാൾ വേഗത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ആത്മനിറവ് പ്രാപിച്ച് നിന്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഓടിക്കൊള്ളുവാൻ ദൈവാത്മാവിനാൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവചിക്കുകയാണ്. വീഴാതെ നമ്മെ നിർത്തുന്ന ദൈവം, തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നമ്മെ നിർത്തുവാൻ കഴിയുന്ന ദൈവം. നമ്മൾ ഓടുന്നു, പക്ഷെ നിർത്തുവാൻ കഴിയുന്നത് അവനാണ്. നമ്മൾ സൂക്ഷിക്കുന്നു, എന്നാൽ കളങ്കമില്ലാതെ നിർത്തുവാൻ കഴിയുന്നത് അവനാണ്. നമ്മൾ വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ വഴിയിൽ ഉപേക്ഷിക്കരുത്. വചനം ഏറ്റെടുക്കൂ. ആരാധനകൾ ഉപേക്ഷ വിചാരിക്കരുത്. കൂട്ടായ്മകൾ ഉപേക്ഷ വിചാരിക്കരുത്. ദൂരദൈർഘ്യങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ദൈവം നമ്മേവരെയും അതിനായിട്ട് ഒരുക്കട്ടെ, ശുദ്ധീകരിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ആരും എണ്ണത്തിൽ നിത്യതയിൽ കുറഞ്ഞു പോകരുത്. പലപ്പോഴും പ്രാർത്ഥിക്കുന്ന എണ്ണത്തിൽ ഇവിടെ കുറയും, ഇവിടെ ചിലപ്പോ കുറഞ്ഞു നിന്നിരിക്കാം. പക്ഷെ നിത്യതയിൽ കുറഞ്ഞു പോകരുത്. എല്ലാവരും കാണണം. അവിടെ എണ്ണത്തിൽ ഒന്നുപോലും സാത്താൻ കൊണ്ടുപോകാൻ ഇടയാകരുത്. വേർപെട്ടിരിപ്പീൻ. അശുദ്ധമായതൊന്നും തുടരുത്. ദൈവത്തിന്റെ വിശുദ്ധാലയത്തിൽ ദൈവത്തിന്റെ മഹിമ ചുമക്കുന്ന ദൈവത്തിന്റെ മക്കളെ വേർപെട്ടിരിപ്പീൻ. കർത്താവ് വരാൻ സമയം ഒരുങ്ങി. ദൈവം ഈ വചനങ്ങളെ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ, ശുദ്ധീകരിക്കട്ടെ, ഒരുക്കട്ടെ. എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും അങ്ങേ കർത്താവ് യേശുവിൻ നാമത്തിൽ. ആമേൻ.